عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അല്ലാഹുവാണ് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, നിങ്ങൾക്ക് ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി ഒരുക്കി തന്നിരിക്കുന്നത്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു മേൽക്കൂരയായി സംവിധാനിച്ചതും അല്ലാഹുവാണ്. വഅൻസല മിനസ്സമാഇ മാഅ, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം, മഴ അല്ലാഹു മുകളിൽ നിന്ന് വർഷിപ്പിച്ചു തന്നു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, ആ വെള്ളം കാരണമായി നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും മറ്റു ധാന്യങ്ങളും അല്ലാഹു തആല ഒരുക്കി തന്നു. റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, ആകയാൽ നിങ്ങൾ അല്ലാഹുവിന് പങ്കു ചേർക്കാൻ പാടില്ല. നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്. മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹുവാണ്, സസ്യങ്ങളെ മുളപ്പിക്കുന്നത് അല്ലാഹുവാണ്, ധാന്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് അല്ലാഹുവാണ്, എല്ലാം അല്ലാഹുവാണ്. അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് നാം സംസാരിക്കുമ്പോൾ ആ അനുഗ്രഹം പടച്ച റബ്ബ് മനുഷ്യരാശിക്ക് നൽകിയ അതിമഹത്തായ അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മഴയുമായി തട്ടിച്ച് മറ്റ് അന്ധവിശ്വാസങ്ങൾ, അതുപോലെ നക്ഷത്രങ്ങൾ, കവാക്കിബുകൾ ഒന്നും നമ്മൾ മഴയുമായി തട്ടിച്ച് പറയാൻ പാടില്ല, അങ്ങനെ വിശ്വസിക്കാനും പാടില്ല. മഴ വർഷിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. എന്നാൽ ചിലപ്പോൾ മഴ ഒരു പരീക്ഷണമായിട്ടും സംഭവിക്കാം. പൊതുവിൽ മഴ അനുഗ്രഹമാണ്, എന്നാൽ ചിലപ്പോഴത് വിശ്വാസി സമൂഹത്തിന് ഒരു പരീക്ഷണമായിട്ടും മാറും. മഴ വർഷിക്കുന്നത് ദേവത അഥവാ മഴയുടെ ദേവത ഇന്ദ്രൻ, അങ്ങനെ ഒരു ഇന്ദ്രസങ്കല്പമുണ്ട്. അതേപോലെ നക്ഷത്രങ്ങളുടെ സങ്കല്പമുണ്ട്. അത് ഒരു കാരണവശാലും സത്യവിശ്വാസികൾ ആ ഒരു വിശ്വാസത്തിലേക്ക് പോകാൻ പാടില്ല എന്നാണ്. അത് ദൈവ നിഷേധമാണ്, അള്ളാഹുവോട് കാണിക്കുന്ന അനീതിയാണ്. അള്ളാഹുവിന് വെറുപ്പുള്ള, അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദായത്തിൻ്റെ മേൽ ഭയപ്പെടുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: മഴയുമായി തട്ടിച്ച് അന്ധവിശ്വാസങ്ങളിലേക്ക് പോവുക. വഫീ ഹദീസിൻ ആഖർ, മറ്റൊരു ഹദീസിൽ കാണാം, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിർ, എത്രയോ അടിമകള് നേരം പുലരുന്നത് മുഅ്മിനായിട്ടും അതുപോലെ കാഫിറായിട്ടുമാണ്. അതെങ്ങനെ മുഅ്മിനായിട്ടും കാഫിറായിട്ടും ആകുക? ഫഅമ്മാ മൻ ഖാല, ഒരാൾ പറഞ്ഞു, മത്വർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, ഞങ്ങൾക്ക് മഴ ലഭിച്ചത് അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും, വറഹ്മതിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടുമാണ് എന്ന് ഒരാൾ പ്രഖ്യാപിച്ചാൽ, ഒരാൾ വിശ്വസിച്ചാൽ, ഫദാലിക മുഅ്മിനുൻ ബി, അവൻ എന്നെ വിശ്വസിച്ചവനാണ്. കാഫിറുൻ ബിൽ കവാകിബ്, അവൻ നക്ഷത്രത്തെ അവിശ്വസിച്ചവനാണ്. ഇനിയോ വഅമ്മാ മൻ ഖാല, ഒരാൾ പറഞ്ഞു, മത്വർനാ ബിനൗഇ കദാ, ഇന്നാലിന്ന കാരണം കൊണ്ടാണ്, ഇന്നാലിന്ന നക്ഷത്രങ്ങൾ കൊണ്ടാണ്, ഇന്നാലിന്ന രാശികൾ കൊണ്ടാണ്, ഇന്നാലിന്ന ദേവത കൊണ്ടാണ് മഴ വർഷിച്ചത് എന്ന് ഒരാൾ പറഞ്ഞാൽ, ഫദാലിക കാഫിറുൻ ബി, അവൻ എന്നെ നിഷേധിച്ചവനും, മുഅ്മിനുൻ ബിൽ കവാകിബ്, എന്നെ നിഷേധിച്ചവനും, മുഅ്മിനുൻ ബിൽ കവാകിബ്, നക്ഷത്രത്തെ വിശ്വസിച്ചവനുമാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം ഒരു യഥാർത്ഥ മുസ്ലിമിൽ നിന്നുണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച്
മഴ പെയ്യുമ്പോൾ നാം എന്തു ചെയ്യണം, മഴ പെയ്യുമ്പോൾ നാം എന്തു ചൊല്ലണം. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ബുഖാരിയിൽ കാണാം ഹദീസ്. ചെറിയ ഒരു ലഫ്ള്, ചെറിയ ഒരു ദിക്റാണ് മഴ വർഷിക്കുമ്പോഴൊക്കെ നമ്മൾ ചൊല്ലേണ്ടത്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. അങ്ങനെ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. മഴ വർഷിക്കുമ്പോൾ അത് ചൊല്ലണം. ഒന്നുകൂടി, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ നൽകണമേ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. സ്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ല മഴ, നാഫിഅൽ ഉപകാരപ്രദമായ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. ഇങ്ങനെയാണ് മഴ വർഷിക്കുന്ന സമയത്ത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാൻ നിർദ്ദേശിച്ചതും ചൊല്ലിയതും. ഇനി മഴ എന്ന് അമിതമായി പോയാലോ, അപ്പോഴും ചൊല്ലാൻ വേണ്ടി, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസ് ബുഖാരിയിലും കാണാം, മുസ്ലിമിലും കാണാം. അല്ലാഹുമ്മ ഹവാലീനാ വലാ അലൈനാ. അല്ലാഹുവേ ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കേണമേ. ഇതിനെ ഒരു ശിക്ഷയാക്കി നീ ഞങ്ങൾക്ക് മാറ്റല്ല റബ്ബേ. ഞങ്ങൾക്ക് ഇത്ര മതി, ഇനി ചുറ്റോട് ചുറ്റും നീ മഴയെ വർഷിപ്പിക്കണമേ. ഉബുതൂനുൽ ഔദിയാ, മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് മഴയെ നീ കൊണ്ടുപോകണമേ. വമനാബിത്തിശ് ശജർ, അതുപോലെ മലയുടെ താഴ്വരകളിലും വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് നീ മഴയെ കൊണ്ടുപോകണമേ എന്ന പ്രാർത്ഥനയാണ് മഴ വർദ്ധിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോൾ ആ ദിക്ർ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.